അടിക്കല ഗ്ലാസിന് അടിക്കല സംഘാണ് ഗ്ലാസിന് അടിക്കല കാല് നോക്കണ കാല് പറഞ്ഞ് മനസ്സിലാക്കണേ റാമ്പോ ഇതിനെ പേടിപ്പിക്കേ മാറിക്കണോ കാലെന്നോ മാറിക്കേ ചെറ മുത്തക്കാല് ആ ഡബിൾ ആ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേട്ടാ എടാ പോലീസ് പെട്ടെന്ന് ആ ക്യാമറ ലൈറ്റ് എല്ലാം നോക്കിയേ ഇതെന്താ നീ ആക്കുന്നത് വീഡിയോ എടുക്കുന്നു അല്ല ഇവനെ ആരാ ഇപ്പൊ ആക്കുന്ന അവിടെ മച്ചുങ്കാ മുഖ നിന്റെ ബാക്കിൽ വേറൊരാളും ഉണ്ട് എടാ ബാക്കിൽ ഒരാളുണ്ട് നോക്ക് ബാക്കിൽ ആരാ നമ്മൾ അറിയില്ല ഇവരൊന്നും നിന്റെ പേരെന്താ നിങ്ങളല്ലാതെ നിന്റെ പേരെന്താ ഇഷാമോ നിന്നെ ലവി കാണിക്കാൻ പറ്റില്ല എന്നാ അറിയിക്കാവാനാ സെമീറ നിനക്ക് അറിയുന്നാളാ ഇല്ല ഇവനേതാ നീ ആരാന്ന് ഇവനെങ്ങനെ നമ്മളെ വണ്ടി കയറിയാ നീ എങ്ങനെ വണ്ടി കയറിയാ നീ എങ്ങനെ വണ്ടി കയറി സത്യം എന്റെ ഉമ്മ സത്യം എനിക്കറിയില്ല ഞാൻ വിചാരിച്ച ആരോ വിളിച്ചു കയറ്റിയാന്ന് നിന്റെ പേരെന്താന്ന് നിന്റെ പേരെന്താ അഖിലിന്റെ ഫ്രണ്ടാ നിന്റെ പേരെന്താ പേര് പറ പൂക്കാലിന്റെ പേര് പറ പേരില്ലേ പേരില്ലാത്ത ഒച്ചുമുഖൻ എന്താ ചെയ്യുന്നടാ പറ എന്റെ പേര് പറ എടാ ഒച്ചുളുക്കി നിന്നോടാ ചോദിക്കുന്നടാ മച്ചുങ്ങ മുഖ പറ നീ വണ്ടി കയറി ഇരുന്നല്ലേ ഇവന്റെ മൂത്താപ്പാന്റെ വണ്ടി പോലെ ഇതെന്താ ഏതാ നാണുണ്ട് ആരോ വണ്ടി ചേച്ചിട്ട് കയറി ഇരുന്നേ ക്ഷമയിൽ വീടുണ്ട് കൂട്ട സർട്ടിഫിക്കറ്റ് അല്ലേ ഞാൻ തരാം കുറച്ച് ചെയ്യട്ട് അപ്പൊ എല്ലാം വിട്ടോ ചവിട്ട് രണ്ട് ഓണടിക്ക് ചവിട്ടോട് ഒറ്റ പോക്കോ ബാക്കിലുള്ള ആരും ഫോളോ ചെയ്യരുത് ഇവനെങ്ങനെ വന്നതെന്നറിയോ മംഗല ബസ്സിലുള്ള ആളെ കയറ്റി കൊണ്ടുപോയില്ലേ അതുപോലെ കയറി വന്നതില്ല എന്തെങ്കിലും രാഷ്ട്രീയമില്ല നീ എന്ത് വിചാരിച്ചിട്ടാ കേറിയത് നീ എങ്ങനെ ലീഗിന്റെ ജാഥ എന്ന് വിചാരിച്ചാ നീ പൂക്കല്ലാതാ നിന്റെ മുഖം ഒന്ന് കാണട്ടെ ഇങ്ങ വാതി പിന്നെ നീ കേറി ഇരുന്നില്ല മതി ഇനി മെല്ലെ പോയാ മതി ആള് ലൂസായി എന്തായി എനിക്ക് ഫോളോയിങ് ഇല്ലാരും പേര് പറ വെള്ളം വിട്ടു തമാശ ഇഷാം എവിടെ സ്ഥലം കണ്ണൂരിൽ ഇഷാമ നമ്മളെ വണ്ടി കയറി പറ്റി ഇവൻ മംഗല ഹോസ്റ്റലിലെല്ലാം കേറുന്ന പോലെ കേറി അങ്ങ് ഇരുന്നിട്ടുണ്ട് മറ്റേ ലൈറ്റ് എന്ത് ചെയ്യാ ഇതായിക്കോ മറ്റേ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സെറ്റ് ആയിക്കോ എന്തായാലും പൊട്ടിയില്ലേ ലൈറ്റ് നേരത്തെ പൊട്ടി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയാ മതി അതിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് അതിന്റെ ആടാ പിന്നെ ഇഷാമേ പ്രോപ്പർ കാര്യം പറ ഇപ്പൊ എന്തായാലും ഇവിടെ നടക്കാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ എന്തായാലും ഇവിടെ നടക്കാൻ പറ്റില്ല നമുക്ക് കുറച്ച് എടുക്കാം ചെക്കൻ ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് അഖിലിനെ ഇരുത്താൻ പറ്റുമോ ഇഷാം കണ്ണൂർ എന്നോട് ചെവിയിൽ പറയുന്നത് എന്നെ ഊക്കലാണ് എന്റെ നാട്ടിൽ നിന്നല്ലോ ഇതാക്കൂ നീ എന്താണ് എന്റെ കൈമാറ്റം അവന്റെ കാണട്ടോ അവന്റെ ഒച്ചുമുഖം കാണട്ടെ മരം കൊത്തി ഇറക്കി വിടണ്ടേ ഇവനെ ഇറക്കി വിടണ്ടേ ഇതാരോ നമ്മളെ ഈ ചുണ്ടലി പോലത്തെ ഇവനെ ഏതാ കണ്ണൂര് മംഗല ബസ്സിൽ കയറിയിരുന്ന പോലെ നീ കയറിയിരുന്നിട്ട് നിന്നെ ഊക്കാൻ പറ്റില്ലേ നല്ല ആളെ ചെക്കന്റെ വീട്ടിലേക്ക് വന്ന അമ്മ എന്ത് വിചാരിച്ചാ നീ കയറിയത് സൂണ്ടല പോയി ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് ഇറച്ചി വിട്ടുണ്ടായിക്ക് എടാ ഒന്ന് സൈഡാക്കി ഒന്ന് തട്ടിയ
അഖിലും റാംബോവും റിലേഷൻ. ബാക്കിൽ എന്താ അവസ്ഥ? ഒന്ന് ബാക്കിലേക്ക് ഇതാരാന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഒരു കാക്ക കേറി എന്തിനാ? ഇവിടെ ഒരു കാക്ക ഉണ്ട്. ഇവിടെ ഒരു കാക്ക കേറിയിട്ടുണ്ട് നമ്മളെ വണ്ടിയില്. ഒരു സക്കറിയ കാക്ക നിക്കാക്ക കേറിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അതിന്റെ ഇടക്ക് കല്ലായി കാക്കയിലെ കേറിയിട്ടുണ്ടോ? നമ്മളെ വണ്ടിയാകുമ്പോ നമുക്ക് സംശയമുണ്ട്. കൊറേ ആളുണ്ട്. ഇതാ ഈ മരം കൊത്തി ഞാൻ ആദ്യം ആദിലാണ്. എടാ പോയട്ടെ നിന്റെ മന്ദം മുതുക്കല അതിന്റെ ഇടക്ക് വണ്ടി ഓടിച്ചു കൊടുക്കുമ്പോ എടാ നീയാന്ന് വെച്ചിട്ട് തലയിലും പുറത്തിടുന്നത് ആരാന്ന്? കയ്യിലാണോ വണ്ടി ഓടിക്കുന്നത്? നീ നോക്ക്. എടാ അഖിൽ ഡബ്ല്യു. ഓ കിക്ക് കിക്ക്. അടാ നിന്നെ കിക്ക് ചെയ്യാനാ പറയുന്നല്ലോ. കിക്ക് നിന്നെ കണ്ടാ തന്നെ ഒന്ന് കിക്ക് പറയാൻ തോന്നും. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇത് എന്തൊരു എടാ എനിക്കിത് പിടിക്കാൻ പറ്റത്തില്ല. ഒരു ഫോണില് ഒരു കയ്യിൽ എന്റെ എന്നാലും ഇത് നടക്കൂ. അന്ന് സൈഡാക്ക് സൈഡാക്ക് സൈഡാക്കി സൈഡാക്കി ഇറങ്ങിക്കോ. ഒരു ചവിട്ട് നല്ലൊരു ചവിട്ട്. ഇതാ ഇറങ്ങിക്കോ. ഒരു ചവിട്ടും കൊടുത്തേ ജാസി. ഒരു ചവിട്ടും കൊടുത്ത് ഇറക്കി വിട്ടാ ജാസി ഒരു ചവിട്ട് ഇറങ്ങടാ മാറി. ഇതാണ് കിക്ക്. ഇതാണ് കിക്ക്. റിയൽ ലൈഫില് കിക്ക് ചവിട്ടിന്റെ കൊടുക്കുക. നല്ലൊരു ചവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിക്ക്. പാവല്ലേ പിന്നെ കയറി വരുന്നവനെ ഇതെന്താണ്? അല്ല ഇക്ക സക്കറിയൊക്കെ ഇറങ്ങുന്നില്ല. ഇറങ്ങിക്കോ. എടാ ഇവരും കൂടി ഇറങ്ങട്ടെ. എടാ കുഴപ്പമില്ല കുറച്ച് മുന്നോട്ട് നിർത്തിയാൽ മതി. ഒന്നും കൂടി നിർത്താം. റാംബോ നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യങ്ങൾ മറന്നു വന്നിട്ട് നിന്റെ ബാക്കിലേക്ക് നോക്ക്. ഞാൻ കണ്ട് കോഴിക്കോട് ഞാൻ ഒരിക്കൽ ഇതിനുമ്പേ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ നമ്മൾ IRL ഇട്ടപ്പോ അവിടെ ബോഡി അപ്പൊ നമ്മളെ ബോഡി കേട്ടോ. ശരി എന്താ അവസ്ഥ? എന്നിട്ട് ക്യാമറ ഇതിന്റെ തരണം. ഒരു മിനിറ്റ് പിടിക്കാൻ സീന ഇത് നിർത്തണം. ഒരാള് ചക്കരയാക്ക കല്ലായി ഇത് ബസ്സല്ല, ബസ്സിൽ കയറിയതല്ല. ചക്കരയാക്ക പറയുന്നത് എന്താ അറിയോ? അല്ല കല്ലായി ബസ് സ്റ്റാൻഡിൽ ഇറക്കിയത്. ഇതെന്തോ ബസ് പ്രൈവറ്റ് ബസ്സിൽ കയറിയ പോലെ പറയുന്നത്. റെയിൻബോ ബസ്സിൽ കയറിയ പോലെ കല്ലായി ഇവർ പറയുന്നുണ്ട് അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറക്കിയത്. ഇതെന്തോ 10 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ കയറിയ പോലെ ഇവർ പറയുന്നത്. എന്താ പറയുന്നത് നോക്കണ്ട. ഇവ തമാശാക്കുന്ന കേട്ടോ. അത് നോക്കണ്ട കേട്ടോ. ഇതാ പിടിക്കാൻ പറ്റുമോ മോനെ? ഫ്രണ്ട് സീറ്റിൽ പറയാനും കൊണ്ടോ? അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പിന്നെ എങ്ങോട്ടാണെന്നൊന്നും അറിഞ്ഞൂടാ. മറ്റേ ചെക്കൻ പിന്നെയും കയറിയാ? ആണോ? ഇവിടെ നമ്മളെ ഒരു ടാക്സി പിടിച്ചു കൊടുക്കണം. ടാക്സി പിടിച്ചു കൊടുക്കണം. അയ്യോ നമുക്ക് എടുത്താലേ പരിപാടിയാണ്. എല്ലാം നമ്മക്ക് കറക്റ്റാ. നമ്മളെ ഈ എട്ടാക്കിയത് കറക്റ്റ് വണ്ടിയാണ്. 8 സീറ്റർ വണ്ടിയാ. ഇത് 2 ആൾ എക്സ്ട്രാ കയറിയപ്പോഴാണ് ഇതായത് ഇങ്ങനെ ആയത്. നല്ലൊരു കാലി സ്ഥലം നോക്കി നിർത്തടാ. എടാ എനിക്ക് ലൈവ് IRL ആണ്. ഇതെന്താണ്? സക്കറിയാക്കാൻ ഇറക്കാനല്ല ഞാനും ലൈവ് ചെയ്യുന്നത്. എടാ എവിടെ സൈഡാക്കിയാ കംപ്ലീറ്റ് ചെയ്യണം. സക്കറിയാക്ക പറയുന്ന ആയിട്ടില്ല. ടാക്സി ഓടിച്ചരാം. ഞാൻ ടാക്സി ഓടിച്ചരാം. കല്ലായിൽ ഇറക്കുന്ന പറയുന്നത്. അല്ല എനിക്ക് ലൈവ് കംപ്ലീറ്റ് ചെയ്യണം മോനെ. ഇങ്ങനെ വെറുതെ വണ്ടിയിൽ നിന്നിട്ട് കാര്യം ഉണ്ടാവും. ആൾക്കാർ അത്രയും ലൈവ് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇടങ്ങൊരു സാധാരണ ആകാശത്തിൽ ഇരുന്നിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. നമുക്കിപ്പോ ഇങ്ങോട്ടാ പോകേണ്ടത്? നമുക്ക്